കണ്ട് സംസാരിച്ചങ്ങനെ നിന്നതാ. പഠിച്ചു നിരുന്ന സമയത്തെ ഫ്രണ്ട്സിനൊപ്പം വന്ന് കുടുംബശ്രീന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാ. ശാലിനിക്കറിയാലോ അതെല്ലാം. കുടുംബശ്രീയിലെ ശാരദാമ്മയുടെ ഫുഡിന്റെ മേന്മ ഞങ്ങളുടെ കോളേജ് ക്യാൻറ്റീനിൽ വരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ ചികിത്സയിൽ കഴിയുന്ന ശാരികയും അവളുടെ അമ്മയെ പോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ മിടിക്കുകയായിരുന്നു. ഇവിടെ ദൈവം അവൾക്ക് വിധിച്ചത് ഈ ഒരു അവസ്ഥയ്ക്ക് കിടക്കാനായിരിക്കും. അതൊക്കെ മാറും. അതിനാണല്ലോ ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ ഉള്ളത്. ശാരികയുടെ കണ്ടീഷൻ സ്റ്റേബിൾ അല്ല, കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. കുറച്ചു ദിവസം ബെഡിൽ തന്നെ കിടക്കേണ്ടി വരും. കുഞ്ഞിനെ എടുക്കാനോ പരിചരിക്കാനോ പിന്നെ അതുപോലെ പാല് കൊടുക്കാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. മോള് എന്റെ കൂടെ ഉള്ളത്. അതാണ് നല്ലത്. കൂടുതൽ സ്ട്രെയിൻ വരുന്നില്ലല്ലോ. ശരീരത്തിന് അനക്കം തട്ടാതെ കുറച്ചു ദിവസം കിടക്കട്ടെ. കൂടുതൽ ശാരികയെ സംസാരിക്കാനോ അനുവദിക്കണ്ട. പഴയ കാര്യങ്ങൾ ഓർക്കാനുള്ള അവസരം ഉണ്ടാക്കണ്ട. ഏത് മരുന്നും ഫലിക്കണമെങ്കിൽ അത് സ്വീകരിക്കുന്ന ആളിന്റെ മനസ്സും ശരീരവും അതിന് തയ്യാറാകണം. എന്തിനാണോ കുഞ്ഞിങ്ങനെ കരയുന്നേ? അതിന്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാറേ. ഇനി വരാൻ പോകുന്നത് അങ്ങ് അനുഭവിക്കുക. സാറേ ഊണെടുത്തു. ഓ, എനിക്കങ്ങ് വേണ്ട. എനിക്കെന്തായാലും കഴിക്കണമെങ്കിലേ ഒരല്പം മനസ്സമാനത്തോടെ കഴിക്കണം. ഈ കരച്ചിലിന്റെ ബഹളത്തിനൊക്കെ ഇടയ്ക്കിരുന്ന് എങ്ങനെ കഴിക്കാനാ? ഞാൻ പാലെടുത്ത് കൊടുക്കാം, അപ്പൊ കരച്ചിൽ മാറും. അല്ല പൊന്നി, നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ ഈ ചെയ്യുന്നത്? ഈ അടുക്കളപ്പണി കൊച്ചിന്റെ നോട്ടവും രണ്ടും കൂടി ഒന്നിച്ച് നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ ചെയ്യാൻ പിള്ളച്ചേട്ടാ. നമുക്ക് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പാലെടുത്ത് കൊടുത്തു നോക്കട്ടെ. എന്തായാലും ഇത് വന്നു കയറിയതിനു ശേഷം എല്ലാവർക്കും നല്ല കോളാ. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഓരോരുത്തർക്കും വേണ്ടത് അവരവരുടെ നിലനിൽപ്പാ. അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ഉത്തരവാദിത്വം തീർന്നു. ഇനി അനുഭവിക്കേണ്ട ഇവിടെ ഉള്ളവരാ. ഓ, ഞാനൊന്നും പറയുന്നില്ല, അനുഭവിച്ചോ. ഞാനെന്തെങ്കിലും പറഞ്ഞ അതേ പിന്നെ ഉണ്ടാവും. ബാക്കിയുള്ളവരെല്ലാം പുണ്യാളന്മാരും. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഇതിനെ ഇവിടെ നിർത്തിക്കൊണ്ടുപോകാനാണ് ഭാവമെങ്കിൽ ഇവിടെ ഉള്ളവരെ ഇത്തിരി പാടുപെടും. നീ ഇതെങ്ങോട്ട് പോവാ? പാല് കൊടുക്കാൻ. സാറിപ്പോ കഴിക്കുന്നുണ്ടോ? ആദ്യം നേരെ കാഴ്ചകൾ അവസാനിപ്പിക്കേ. ചെല്ല്. പൊന്നിയാന്റി അവിടെ ഇരുന്ന് ഞങ്ങക്ക് വാവേനെ കാണാൻ പറ്റുന്നില്ല. കരയല്ലേ വാവേ? വാവ കരയുന്ന ശബ്ദം കേട്ട് നിങ്ങൾ എടുക്കാൻ വന്നതാ. വാവ കരഞ്ഞ വേഗം ഓടി വന്ന് നോക്കണേ, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും. സത്യ അവളെന്നെ നോക്കി ചിരിക്കുന്നു. ചേച്ചിമാരാ വാവേ. ഇത് പപ്പി ചേച്ചി, ഞാൻ സത്യ ചേച്ചി. അല്ല, വാവയുടെ പേരെന്താ? അതിനിവൾക്ക് പേരിട്ടിട്ടില്ലല്ലോ സത്യ. അയ്യോ, അപ്പൊ ഇനി വാവേനെ നമ്മൾ എന്ത് വിളിക്കും? എന്താ പപ്പി നമ്മളെ വിളിക്ക? നമുക്ക് ആലോചിക്കാം സത്യ. ശാലിനി കുഞ്ഞ് വരുന്നുണ്ട്. മോള് കരയുന്നുണ്ടല്ലോ. കുറച്ചേരായി തുടങ്ങിയിട്ട്. അതങ്ങനെ പെറ്റതള്ളയില്ലല്ലോ. വിധി അല്ല, എന്താ പറയാനാ. അറിവില്ലാത്ത കൊച്ചുങ്ങളാകുമ്പോ ഇങ്ങനെ ആടോ പിള്ളേ. എല്ലാം ഓരോരോ യോഗം. അല്ല, എന്താ പറയാനാ. അപ്പൊ വാവയെ രണ്ടുപേരും കൂടി കളിപ്പിക്കായിരുന്നോ? അതാ കരച്ചില് പെട്ടെന്ന് നിന്നതല്ലേ? ആണോ?
പിള്ളേ ഇപ്പൊ ശബ്ദം നിന്നല്ലോ. ആ അപ്പൊ അതാ കാര്യം. വിശന്നിട്ടാവേ അവള് കരഞ്ഞത്. പിന്നെ വിശപ്പ്. നമ്മൾ ഇവളെ എന്താ വിളിക്കുക? ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവളെ കിങ്ങിണിന്ന് വിളിക്കാം. എന്നിട്ട് നമുക്ക് നല്ലൊരു പേര് കണ്ടുപിടിക്കാം, അല്ലെ? പാലെടുത്ത് വെച്ചിരുന്നു, ചൂടാറത്തോണ്ട് ഞാനെടുത്ത് കൊടുക്കാഞ്ഞത്. ഓ ഓ ഓ കുഞ്ഞെ, ഈ മോളിവിടെ നിൽക്കുന്നതില് പിള്ളച്ചേട്ടൻ എന്തിനാ ഇത്രയധികം എതിർപ്പ് കാണിക്കുന്നത്? മോളുടെ കരച്ചില് കേട്ട അപ്പൊ തുടങ്ങും കുറ്റപ്പെടുത്തിയുള്ള സംസാരം. അത് കേട്ട ആർക്ക് സങ്കടം വരുന്ന രീതിയിലാ പിള്ളച്ചേട്ടൻ പറയുന്നത്. പറഞ്ഞു പറഞ്ഞ് രാഘവൻ സാറിന്റെ വരെ മനസ്സ് മാറ്റിയിരിക്കുക. മോള് ദുശകുനമാണെന്ന് പറയുന്നത് മുഴുവൻ പിള്ളച്ചേട്ടനാണ്. ആ ഓ വാ വാ വാ. ഓ ഇപ്പൊ നീ പാല് കുടിക്കാറായെങ്കിൽ കൊടുക്ക്. ഓ ഓ, ഓ, ആ, വാ. ഓ ഓ, ഓ, വാവേ. ഇവിടെ പൊന്നാൻറ്റി. എടോ, ആ കുഞ്ഞിനെ പാലും കൊണ്ടുപോയി പൊന്നിയും കാണുന്നില്ലല്ലോ. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ. എടോ, ഒന്ന് പോയി നോക്കിട്ട് വേടോ. ആ ദേ ശാലിന് കുഞ്ഞ് വരുന്നു. പിള്ളച്ചേട്ടാ, ശാരികേച്ചിയുടെ മോൾ ഇവിടെ നിൽക്കുന്നതില് പിള്ളച്ചേട്ടന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, അതെന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത്? അല്ല, പിള്ളച്ചേട്ടന്റെ സംസാരം കേട്ടാ അങ്ങനെ തോന്നും. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും തോന്നുന്നുണ്ട്.